മണിയോ ഏവ ഇവിടെ ഇത്താൻ പറഞ്ഞെന്ന് പറഞ്ഞോണ്ട് പോയി ചെറുക്കനാണ്. ജയന്തിയച്ചേ മണി അവിടെ നിക്കാണ് ഇല്ലേ? എന്ത് ചെയ്യാൻ, ഒരു അത്യാവശ്യത്തിന് നോക്കിയാ ഇവന്റെ എന്റെ കൈ കിട്ടണമെങ്കിൽ അവനെ ഇന്ന് ഞാൻ എവിടെ പോയി എന്നാലും. നീ കേക്കണില്ലേ? എന്തോന്ന് എന്റെ മാമൻ കിടന്ന് മാമൻ വിളിക്കട്ടെ. മാമൻ വെക്കേഷൻ ഒന്ന് കളിക്കാൻ വിളിക്കേ. എന്തോ ഉറക്കാണ് വിളിക്കണേ. ഒരു മാമൻ ഉറക്ക വിളിക്കട്ടെ. ഡേയ് പോയില്ലെങ്കിൽ നിനക്ക് അടി കിട്ടും. ഈ അടിയൊക്കെ ഞാൻ കൊറേ കണ്ടു തന്നെ. എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം. അപ്പൊ നീ എന്റെ വണ്ടി കയറ്. ഞാൻ ഹോൺ അടിക്കണോ? വേണ്ട വേണ്ട, നീ പഠിച്ചിരുന്നാ മതി. എന്താ മാമ ഇങ്ങനെ എപ്പോഴും ചുമ്മാ കിടന്ന് ഇങ്ങനെ വിളിക്കണേ? മീൻ പിടിക്കാനും നമ്മൾ. നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഞാൻ പറഞ്ഞില്ലേ ഒരു സാധനം വാങ്ങിക്കാൻ പോണം. നീ എന്തോന്നടേ അമ്മനെ, ഞാൻ എപ്പോ വീട്ടിലിരുന്നാലും എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങാൻ പോണം. അതുകൊണ്ടാണ് ഞാൻ കളിക്കാൻ പോകുന്നത്. ഡേയ് നിന്നെ ചുമ്മാ പറഞ്ഞു വിടണം. എന്തുകൊണ്ടെന്ന് അറിയാമോ? ഇപ്പോഴേ നിനക്ക് കൈക്കൂലി കാണണമെന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും എന്റെ ആവശ്യമായതുകൊണ്ടാണ് നിന്നെ പറഞ്ഞത്. നീ ഒരു കാര്യം ചെയ്യും, ഈ പ്രസന്റേഷൻ കവർ ഒരെണ്ണം വാങ്ങണം. 2 രൂപ. 1 രൂപ പ്രസന്റേഷൻ കവറും 1 രൂപ മുട്ടായി. പിന്നെ യവനും കൂടെ വന്നുകൊണ്ട് ഞാൻ 1 രൂപ തരാം. അങ്ങനെ 3 രൂപ. നിങ്ങൾ 2 കവറും വാങ്ങി, ഒരു കവറും വാങ്ങിച്ച് 2 മുട്ടായി വാങ്ങിച്ചുകൊണ്ട്. മാമന് ഞാൻ പ്രസന്റേഷൻ കാർഡ് വാങ്ങിച്ചു തരാം. പക്ഷെ നീ 5 സ്റ്റാർ മാത്രം വാങ്ങിച്ചു തന്നാ. നിന്റെ അച്ഛൻ കല്യാണത്തിന് പറഞ്ഞില്ലേടേ? മാമ അച്ഛൻ മോതിര കല്യാണത്തിനേ പോകും. ആന്താ നിന്റെ അച്ഛൻ കല്യാണത്തിന് പോകാത്തത്? കല്യാണത്തിന് പോയാൽ പൈസ കൊടുക്കണല്ലോ, മോതിര കല്യാണത്തിന് പോയാൽ പൈസ കൊടുക്കണ്ടല്ലോ. ഇതൊക്കെ എങ്ങനെയാടേ നീയൊക്കെ അറിയണം? മാമ അത് അച്ഛൻ എപ്പോഴും വീട്ടിൽ ചെയ്താ പറയും. അതുകൊണ്ടാണ് എനിക്കറിയാം. നിന്റെ അച്ഛൻ്റെ ഒരു കാര്യം ജാതകം കൂടെ വിളിക്കായിരുന്നാണ്. ഇനി വിളിക്കൂല നിന്റെ അച്ഛൻ. അങ്ങനെ നിന്റെ അച്ഛൻ ഒന്ന് ഹോസ്റ്റലുണ്ട്. എടേ നീ ഇതിൽ പോടെ പ്രസന്റേഷൻ കവർ വാങ്ങാൻ. മാമന്റെ അടുത്ത് നേരത്തെ പറഞ്ഞല്ലോ കിൻഡർ ജോയ് വാങ്ങിച്ചാൽ ഞാൻ പോയി വാങ്ങിച്ചു തരാം. എടേ നിങ്ങൾക്ക് മിനിറ്റിന് ഐഡിയ മാറൂടെ? കുറച്ച് നേരം 5 സ്റ്റാർ ആണ് നിനക്ക് ഇപ്പൊ കിൻഡർ ജോയ്. എടേ നിന്നെ കിൻഡർ ജോയ് വാങ്ങിച്ചു തരണം. പൈസ ഉണ്ടെങ്കിൽ ഞാൻ ആട്ട വിളിച്ച് വാങ്ങിച്ചോണ്ടില്ലേ? പാവമല്ലേ പയ്യന്മാര് ചുമ്മാ നിൽക്കുന്ന അമ്മമാരെ ഇത്തിരി രക്ത ഓറും നടക്കുമ്പോൾ ഇത്തിരി രക്ത ഊറുമല്ലോ എന്ന് പറഞ്ഞാണ് പ്രസന്റേഷൻ കവർ വാങ്ങാൻ. അപ്പോൾ അവന്മാർ പറഞ്ഞു അമ്മമാർക്ക് ഓഫർ. ഇവിടെ ആകെപ്പാടെ അപ്പോൾ കല്യാണം വീട്ടിൽ കൊടുക്കണത് 100 രൂപ. അതിൽ നിന്ന് ഇതൊക്കെ പിച്ചു പറക്കി തന്നത് എങ്ങനെയാണ് നിനക്കൊക്കെ തരണത്? പോയാൽ അതിൻ്റെ കാര്യം നോക്കി. പക്ഷേ ഞാൻ ഒരു മണ്ടൻ തന്നെ. യവന്മാരെടുത്ത് പറഞ്ഞു നേരം കൊണ്ട് ആ തുണി അലക്കി തേച്ചുകൊണ്ട് പോയിരുന്നെങ്കിൽ കല്യാണത്തിന് വേണ്ടി ചോറ് കൊണ്ടുകൊണ്ട് വരാൻ സമയം.